എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കും. അപ്പോൾ ഇന്ന് 3 മണിയോടെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കും. ഈ ഒരു പത്രസമ്മേളനത്തിൽ, അതായത് വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന പത്രസമ്മേളനത്തിൽ എത്ര വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ A+ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും എത്ര വിജയശതമാനം ഉണ്ട് എന്നുള്ളതും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ SSLC സേ പരീക്ഷ എപ്പോഴാണ് നടത്തുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ SSLC പരീക്ഷയിൽ 99% വിദ്യാർത്ഥികൾ ജയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആകുമോ എന്നുള്ള കാര്യം പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC എക്സാം റിസൾട്ട് അറിയുന്നതിനായിട്ട് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ results.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ parishabavan.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഈ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടാണ്, ഒന്നും ഇല്ലാതെ കാണാൻ സാധിക്കും. റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ഇവിടെ SSLC എക്സാം റിസൾട്ട് മാർച്ച് 2024 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന അതിന് സൈഡിൽ തന്നെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുവന്ന കളറിൽ കാണുന്നതിനും ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയുന്നതിനായിട്ട്, അതായത് നിങ്ങളുടെ റോൾ നമ്പർ നൽകുന്നതിനും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നതിനും ഒരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ റോൾ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി നിങ്ങൾക്ക് വ്യൂ റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബട്ടൺ താഴെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റിസൾട്ടിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ അതായത് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. മാർക്കല്ല, ഗ്രേഡ് ആയിരിക്കും ഉണ്ടാവുക. ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ A+ ആണോ A ആണോ ഏത് ഗ്രേഡാണ് ആ ഒരു വിഷയത്തിന് ഉള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ അതിൻ്റെ മാർക്കോ മറ്റ് ഡീറ്റെയിൽസോ അറിയാൻ സാധിക്കുന്നതല്ല. അതുപോലെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ തന്നെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുള്ള ഭാഗത്ത് യെസ് എന്നും ഇല്ല എങ്കിൽ നോ എന്നും പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് 5 or 10 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു SSLC പരീക്ഷ ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ വിഷയത്തിൽ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് 5 മാർക്കോ അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്കോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇതിനൊപ്പം ഫുൾ CE മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ്. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് 4 മാർക്ക് കിട്ടിയാൽ ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് പല വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ 4 അല്ലെങ്കിൽ 3 ഒക്കെ മാർക്കാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സിലൊക്കെ പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ B ഗ്രേഡൊക്കെ അല്ലെങ്കിൽ D+ ഒക്കെ കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന സബ്ജക്റ്റുകൾക്ക് ചിലപ്പോൾ B+ A ഗ്രേഡും A+ ഒക്കെ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഇനി ഏകദേശം കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം റിസൾട്ട് ഏതായാലും പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, അതായത് ഏത് ഗ്രേഡാണ് ലഭിച്ചത് എന്നുള്ളതും നിങ്ങൾ പ്രതീക്ഷിച്ച ഗ്രേഡ് തന്നെയാണോ കിട്ടിയിട്ടുള്ളത് ഓരോ വിഷയങ്ങൾക്കും എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയിൽ, അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.